എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നമ്മുടെ TOD മീറ്റർ, അതായത് ടൈം ഓഫ് ഡേ മീറ്ററിനെ ഒന്ന് പരിചയപ്പെടാം. അതിലൂടെ നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജിൻ്റെ നഷ്ടം, കറണ്ട് ചാർജിൻ്റെ ഉപഭോഗങ്ങൾ എങ്ങനെയാണ്, ഏത് ഉപകരണത്തിലാണ് പ്രശ്നമുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായമില്ലാതെ തന്നെ സാധാരണക്കാരനും ഇതിൽ നിന്നും റീഡിങ് എടുക്കാൻ പറ്റും. ഷോക്ക് അടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു കറുത്ത ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അതിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു. ഇതേ കണ്ടോ, 8 എന്ന് പറഞ്ഞ് എല്ലാം തെളിഞ്ഞു നിന്നു. ഞാൻ വീണ്ടും അതിലേക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ കാണിക്കുന്നു ബി ഗുഡ്, ബാറ്ററി ഗുഡ്. ഇതിനകത്തൊരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്, അത് നല്ലതാണ് എന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ സീരിയൽ നമ്പറാണ്. ഇനിയിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ടൈമാണ്, ഇപ്പോഴത്തെ സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റ്, അത് കഴിഞ്ഞാൽ ഈ കാണിക്കുന്നത് ഇപ്പോഴത്തെ വോൾട്ടേജ് V എന്ന്, അതായത് എൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് V എന്ന്. വോൾട്ടേജ് 246 വോൾട്ടുണ്ട്. ഇവിടെ ആംബിയർ 0. ഓക്കെ, ഈ ആംബിയർ 0 വരാനുള്ള കാരണം ഞാനിപ്പോൾ നിലവിൽ ഇതിനകത്ത് ഒരു ലോഡും കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലോഡൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. എല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ, എല്ലാം ബാറ്ററി കൊണ്ട് സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം വന്നു. ഇപ്പോൾ നോക്കിക്കേ, 2.29 ആംബിയർ. എന്നുള്ളത് മുകളിൽ കാണിച്ചിട്ടുണ്ട്. ആംബിയർ കറണ്ട് ഇത്രയും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ പവർ ഫാക്ടർ 1 ആണ്. പവർ ഫാക്ടർ ഒരിക്കലും 0.8 താഴെ പോകരുത്. നമുക്ക് 1 ആണ് വേണ്ടതെങ്കിലും 0.8 താഴെ പോകരുത്. ഓക്കെ, അടുത്തത് നമുക്ക് 50 ഹെർട്സ് നമ്മുടെ ഫ്രീക്വൻസിയാണ്. അതിപ്പോൾ ഓക്കെയാണ്. 49.9 50. ഓക്കെ, ഞാൻ വീണ്ടും കഴിയുമ്പോൾ 560 00.56 kW, അതായത് 560 വാട്ട്സ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ T1 എന്ന് കാണിച്ചിട്ടുണ്ട്. KW1 T1 2 കിലോ വാട്ടാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. അതിനകത്ത് T2 എന്ന് പറയുന്നത് 0 ആണ്. T3 എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ വീണ്ടും മൊത്തം യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് നമ്മുടെ ഈ മീറ്റർ ഇതുവരെ ഉപയോഗിച്ചതാണ്. ആ T1 എന്ന് കണ്ടത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ കണ്ടതാണ്, നമ്മൾ ഉപയോഗിച്ചതാണ്. ഇനി T2 എന്ന് പറയുന്നത് വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ളതാണ്. ഇവിടെ അങ്ങനെ ഉപയോഗം ഇല്ല. അത് കഴിഞ്ഞാൽ അടുത്ത T3യും 0 കണ്ടതിൻ്റെ കാരണം രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ളതാണ്. അതും ആരും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു സാധാരണക്കാരനെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നമുക്ക് ഇലക്ട്രീഷ്യനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തപ്പിപ്പോയി കിട്ടത്തുന്നില്ല. അവരൊക്കെ ചിലപ്പോൾ തിരക്ക് കാണും, കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരന് പോലും നമുക്ക് ഈ ഒരു നമ്മുടെ വീട്ടിലെ ഫോൾട്ട്, നമ്മുടെ കറണ്ട് ചാർജിൻ്റെ യൂണിറ്റിൻ്റെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഏത് ഉപകരണത്തിനാണ് പ്രശ്നമുള്ളത്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം നമ്മുടെ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്യുക. പ്ലഗിലിരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് വയറിങ് മാത്രം ലൈവാക്കി നിർത്തുക. മെയിൻ സ്വിച്ചൊന്നും ഓഫ് ചെയ്യരുത്. LCB ഒന്നോ MCBകളോ ഒന്നും ഓഫ് ചെയ്യരുത്. സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്യുക. പ്ലഗിലുള്ള സാധനങ്ങളെല്ലാം പ്ലഗെല്ലാം ഊരിയിടുക. എല്ലാം ചെയ്ത ശേഷം നമ്മൾ ആ മീറ്ററിലെ റീഡിങ് ഞാൻ ഈ പറഞ്ഞതുപോലെ നോക്കുമ്പോൾ, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആംബിയറോ വാട്ടോ വല്ലതും കാണിക്കുന്നുണ്ടോ നോക്കുക. അതൊരു ചെറിയ വാട്ടായാൽ പോലും അതിനർത്ഥം നമ്മുടെ വയറിങ്ങിനകത്ത് ലീക്കുണ്ട് എന്നാണ്. അപ്പോൾ ആ ലീക്ക് ഒരിക്കലും നമുക്കവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മുടെ വയറിങ്ങിൻ്റെ ലീക്ക് എന്താണെന്നുള്ളത് പരിഹരിക്കണം. ഓക്കെ, അടുത്തത് അങ്ങനെയൊന്നും പ്രശ്നമില്ല, അവിടെയൊക്കെ 0 തന്നെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വയറിങ് പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് ഏകദേശമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇനി ഇതിനകത്ത് വയറിങ് കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ പൂർണ്ണമായിട്ടും അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്, ഏതെങ്കിലും ലൈറ്റിൻ്റെ ഫാനിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ ഫാനിന് ചിലപ്പോൾ കുഴപ്പം കാണത്തില്ല, പക്ഷേ ആ ഫാനിലേക്ക് വന്ന വയറിലേക്ക് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സപ്ലൈ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വയറിങ് ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എങ്കിലും നോർമലി അല്ലാതെ ലൈവായി കിടക്കുന്ന സപ്ലൈയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് അത്യാവശ്യമുള്ള ഏറ്റവും വലിയ സാധനം ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, മിക്സി, AC, ഹീറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് ഓരോന്നായിട്ട് കണക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഒരെണ്ണം മാത്രമേ ഒരു സമയത്ത് ഓണായിരിക്കാവൂ.
അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഫ്രിഡ്ജ് നോക്കാം. ഫ്രിഡ്ജ് നമ്മൾ ഓൺ ചെയ്തു. കമ്പനി പറഞ്ഞിരിക്കുന്നത് ഒരു 300 വാട്ട്സ് വരെ എടുക്കാവുള്ളൂ എന്നാണ് സ്റ്റാർട്ടിങ് ടൈമിൽ. ഓക്കെ, നമ്മൾ ഓൺ ചെയ്തു. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 300 വാട്ട്സ് വരെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ 300 വാട്ട്സിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതിനകത്തോട് ചെക്ക് ചെയ്യാൻ പറ്റും. അത് KWയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു 0.56 എന്ന് പറഞ്ഞാൽ 560 വാട്ട്സ് എന്നാണ്. 5.6 എന്ന് പറഞ്ഞാൽ 560 അല്ല 5600 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 0.56 അപ്പോൾ അവിടെ ഇതുപോലെ നമുക്ക് 0.3 എന്ന് കാണിച്ചാൽ 300 വാട്ട് എന്നാണ്. അപ്പോൾ നമുക്ക് 300 വാട്ടാണ് കമ്പനി പറയുന്നത് ഏതാണോ അങ്ങനെ. ഓരോ ഡബിൾ ഡോർ ഫ്രിഡ്ജിനൊക്കെ വ്യത്യാസം വരും, ചില കമ്പനിക്ക് വ്യത്യാസം വരും, സ്റ്റാർ റേറ്റിംഗ് കുറയുന്നതനുസരിച്ച് വ്യത്യാസം വരും, അതെല്ലാം വരും. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല. പകരം നമ്മൾ ഈ കാര്യം മാത്രം നോക്കുന്നു. എത്ര യൂണിറ്റ് നമുക്ക് അതിനകത്ത് എത്ര വാട്ട്സ്, യൂണിറ്റ് അല്ല വാട്ട്സ് അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നു, കമ്പനിയുടെ ലേബലിൽ എത്ര പറയുന്നു അത് നോക്കുക. അത് കഴിഞ്ഞു. അപ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഓഫ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ വാഷിംഗ് മെഷീൻ, AC, ഹീറ്റർ. എപ്പോഴും ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ ഏതാണോ വേണ്ടി ചെയ്യുന്നത് അത് മാത്രമേ ലൈവാക്കുക. ഒരു ലൈറ്റ് പോലും അധികം ഉപയോഗിക്കരുത്. അങ്ങനെ വച്ച് നമ്മൾ റീഡിങ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാം ഇതിന് ഇത്ര വാട്ടാണ്, ഇതിന് ഇത്ര വാട്ടാണ്, ഇതിന് എത്ര വാട്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കി വയ്ക്കുക. നോക്കി വെച്ചാൽ തന്നെ ഏകദേശം നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജിൻ്റെ ഒരു നഷ്ടം വരുന്നത് വരുത്തുന്നത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിന് നമ്മൾ അറിയാം, നമുക്ക് ഡോർ അടയ്ക്കുന്ന റബ്ബർ ബീഡിങ്ങാണ് ചെന്ന് ആ ഡോർ ബോഡിയിൽ അടഞ്ഞു നിൽക്കുന്നത്. ആ ഡോറിൻ്റെ ബീഡിങ്ങിൽ പുറം കൈ കൊണ്ട് നമ്മളിങ്ങനെ തൊട്ടിട്ട് അതിങ്ങനെ പുറം കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് ആ ഡോറിന് 4 ചുറ്റും അടിവശം വരെ ഇങ്ങനെ ആ റബ്ബർ ബീഡിങ്ങിൻ്റെ ഭാഗത്ത് പുറത്തായിട്ട് ഇങ്ങനെ ഡോർ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അതും സ്വിച്ച് ഓണായി ഫ്രിഡ്ജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യണം. എന്തിനാ പുറം കൈ എന്നറിയാമോ? കാര്യം നമ്മുടെ ഷോക്ക് അടിച്ചാൽ നമ്മുടെ കൈ അകത്തോട്ട് വലിച്ചു പിടിക്കാതിരിക്കുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പോലും അബദ്ധവശാൽ ലീക്ക് അതിനകത്ത് ചെറിയ ലീക്ക് വന്നാൽ പോലും നമുക്ക് കൈ തെറിക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എല്ലാത്തിനും ഷോക്ക് ഉണ്ടെന്നുള്ളതല്ല. അങ്ങനെ ചില പഴയ ഇതിലൊക്കെ വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തോട്ട് ഓടിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഈ റബ്ബർ ബീഡിങ്ങിനകത്തൂടെ തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ബീഡിങ് കംപ്ലൈൻ്റ് ആയിട്ട് അതുവഴി എയർ പുറത്തു വരുന്നു. അപ്പോൾ എയർ പുറത്തു വരുമ്പോൾ ആ കംപ്രസർ ഒരു കാരണവശാലും കട്ടാവുന്നില്ല. അപ്പോൾ കട്ടാവാതിരുന്ന് കഴിഞ്ഞാൽ കംപ്രസർ ഓവർ വർക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ചാർജ് കൂടും. അത് ഫ്രിഡ്ജിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ആ ഡോറിൻ്റെ ബീഡിങ്ങിൻ്റെ കംപ്ലൈൻ്റാണ്. അങ്ങനെയുള്ളത് ചെക്ക് ചെയ്യുക. ഗ്യാസ് ഫില്ല് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നല്ല അറിവുള്ളവരുടെ അടുത്ത് മാത്രം കൊടുക്കുക. കാരണം ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ലോക്കൽ ഏജൻസിയിൽ അപൂർവം ചിലർ ഓവർ ഗ്യാസ് അതിനകത്ത് പ്രഷർ ചെയ്തിട്ട് ഭയങ്കര കറണ്ട് ചാർജ് ഉണ്ടാകുന്നതായി കംപ്ലൈൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാം, ഇതെല്ലാം നോക്കാം. ഒരു സാധാരണക്കാരന് അത്യാവശ്യം ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായമില്ലാതെ തന്നെ വീട്ടിലെ കറണ്ട് ചാർജ് എങ്ങനെയാണെന്ന് പരിഹരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണം. നന്ദി.